ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ i20 N-Line N6 മാനുവൽ വേരിയന്റ് ആണ്. i20യുടെ സ്പോർട്ട് ഓപ്ഷണൽ അല്ലെങ്കിൽ സ്പോർട്ട് നൈറ്റ് എഡിഷൻ, ആസ്ത വേരിയന്റ് അല്ലെങ്കിൽ ആസ്ത നൈറ്റ് എഡിഷൻ ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് i20 എവർ മെയ്ഡ് ആണ് നമ്മുടെ i20യുടെ N-Line N6 മാനുവൽ വേരിയന്റ്. i20 N-Lineൽ ഓടിക്കാൻ ഏറ്റവും രസമുള്ളത് മാനുവൽ വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് 2026 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ സ്പോർട്ടിയസ്റ്റ് ഹാച്ച് ബാക്ക്, അതാണ് നമ്മളുടെ i20 N-Line N6 വേരിയന്റ്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഏത് ഹാച്ച് ബാക്ക് നോക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ നോക്കുന്നത് മാനുവൽ ആണ് എങ്കിൽ തീർച്ചയായിട്ടും i20യുടെ N-Line N6 വേരിയന്റും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാനുവൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അത്യാവശ്യം സ്പോർട്ടി കാർ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ സ്പോർട്ടി ആയിട്ട് കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ആ ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാറാണ് ഈ N-Line N6 വേരിയന്റ്. അതുപോലെ തന്നെ ഇപ്പോൾ N6 വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. DCT ഗിയർ ബോക്സിന്റെ ഓപ്ഷൻ ഹ്യുണ്ടായി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു N-Lineൽ DCT വേണമെങ്കിൽ ടോപ്പ് എൻഡായ N8 വേരിയന്റിലേക്ക് പോകേണ്ടി വരും. നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്പോർട്ട് ഓപ്ഷണൽ നൈറ്റ് എഡിഷൻ വന്നിട്ടുണ്ട്, ആസ്ത ഓപ്ഷണൽ നൈറ്റ് എഡിഷൻ വന്നിട്ടുണ്ട്. ആ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മളുടെ, അല്ലെങ്കിൽ സ്പോർട്ടി ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മുടെ N-Line സീരീസ് തന്നെയാണ്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിലൊരു നൈറ്റ് എഡിഷൻ ആണ് തന്നെയാണ് ഈ വാഹനം പറയുള്ളൂ. നൈറ്റ് എഡിഷനേക്കാളും കുറച്ചും കൂടിയും നൈറ്റ് എഡിഷൻ ലുക്കിൽ വരുന്ന ഒരു വാഹനം നമ്മുടെ N-Line സീരീസ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിന് നമുക്ക് കാണാൻ പറ്റിയ ഹ്യുണ്ടായുടെ ലോഗോ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ല് കാര്യങ്ങൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് N-Line എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് ലൈറ്റ് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ വരുന്നു. അതിനകത്ത് ഒരു പാർക്ക് ലൈറ്റ് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ LED യൂണിറ്റ് ഒന്നും ഫ്രണ്ടിൽ വരുന്നില്ല. താഴേക്ക് വന്ന പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. നോർമൽ ആസ്തയിലൊന്നും ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഇതിനകത്ത് ഒരു ഹാലജൻ പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബെമ്പറിന്റെ താഴെ നമുക്ക് ലിപ്പ് പോലെ ഒരു റെഡ് ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിയാൽ പക്കാ സ്പോർട്ടി ലുക്കാണ്. 165 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റിനേക്കാളും കുറച്ചും കൂടിയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ഈ N6 വേരിയന്റ്. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വശങ്ങളിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. കാരണം വശങ്ങളിൽ ഒരു സ്പോർട്ടി അലോയ് വീൽ, അതായത് ടോപ്പ് എൻഡിൽ വരുന്ന അതേ അലോയ് വീലാണ് ഈ N6 വേരിയന്റിലും കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195/55/16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലെ കാലിപ്പേഴ്സ് റെഡ് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. N-Line എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. 6 ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഈ വശങ്ങളിലും നമുക്ക് ഒരു സൈഡ് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ആ റെഡ് ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. N-Line എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് പ്ലെയിൻ ഗ്ലാസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്കൊരു സിംഗിൾ ഡെൻ സൺറൂഫ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. ഒരു നോർമൽ കീയും ഒരു ഫ്ലിപ്പ് കീയും, ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നോർമൽ i20 ആയിട്ട് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു N സീരീസ് ആണെന്ന് തന്നെ മനസ്സിലാവും. അതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്ന ഡ്യുവൽ എക്സോസ് പൈപ്പുകളാണ്. അത് N-Lineൽ മാത്രമേ വരുന്നുള്ളൂ. മറ്റ് ഡിസൈൻ എലമെന്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട് N സീരീസിൽ. അത് ചെറിയ സ്പോയിലറാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള സ്പോയിലർ പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. വശങ്ങളിൽ നമുക്കൊരു വിങ്സ് പോലെ ഒരു ഡിസൈൻ എലമെന്റ് കാണാനായിട്ട് പറ്റും. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പാണ് വരുന്നത്. ബാക്കിൽ വൈപ്പർ വരുന്നില്ല. D4 ഉള്ള ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഹ്യുണ്ടായുടെ ലോഗോയും നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നത് കാണാം. ബാക്കിൽ നമുക്ക് ആ ഒരു ക്രോം സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ N-Line എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ടൈലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്. ഈ 3 ലൈറ്റുകളും ഹാലജൻ ആയിട്ട് വരുന്നു. താഴെ N-Line എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് സ്പോർട്ടി ലുക്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. 2 വശങ്ങളിലായിട്ട് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് 185/65/15, അതായത് 15 ഇഞ്ച് ബേസ് വേരിയന്റ് കാറുകളിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 311 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ ഒന്ന് നോക്കാം.
നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ വരുന്നത്. നമ്മുടെ നൈറ്റ് എഡിഷൻ പുതിയ റീസെന്റ് ലോഞ്ച് ചെയ്ത i20 നൈറ്റ് എഡിഷൻ നോക്കുകയാണെങ്കിലും നമുക്ക് റൂഫ് പോർഷൻസ് എല്ലാം വൈറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ N-Line സീരീസിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കാണാനായിട്ട് പറ്റും. റെഡ് ജസ്റ്റ് ലൈൻസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിൽ N-Line എന്നൊരു ബാഡ്ജിങ് ആൻഡ് ഇൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. ഒരു ലെതറിഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് N-Lineലാണ് വരുന്നുള്ളൂ. എസ് ഓപ്ഷനിലൊന്നും ലെതറിഡ് സീറ്റുകൾ വരുന്നില്ല. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പെഡലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റീൽ പെഡലുകളാണ് ഇതിനകത്ത് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. AC വെൻസിനകത്തെല്ലാം നമുക്ക് ആ റെഡ് ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും. ഇനി അകത്തു നിന്നുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. N6ന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ N-Lineലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 ഇഞ്ചിന്റെ സ്ക്രീൻ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് 8 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം ഈ ലെതർ റാപ്ഡ് ആയിട്ടുള്ള N-Line സീരീസ് സ്റ്റിയറിംഗ് വീലാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം അകത്ത് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഹ്യൂണ്ടായുടെ ലോഗോ, ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ലെറ്ററിങ്ങോട് കൂടിയാണ് നമ്മുടെ സ്പീഡോമീറ്ററിന്റെ RPMന്റെ ഒക്കെ ഒരു ഇത് കാണിക്കുന്നത്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, TPMS പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന നല്ല സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഹ്യൂണ്ടായി കാറുകളിലും കണ്ടുവന്നിരുന്ന ആ ഒരു 8 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. 8 ഇഞ്ചിന്റെ സ്ക്രീനാണ്. അതിന്റെ ഫിസിക്കൽ ബട്ടണുകളുടെ വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ വരും. ഈ സ്ക്രീനിന്റെ മുകളിലും ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ്. 4 സ്പീക്കറും 2 ടൂട്ടറുമാണ് വരുന്നത്. ഒരു ഡീസന്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ്. അതിന്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് സെൻട്രൽ കൺസോളിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെന്റ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്തെല്ലാം ഒരു റെഡ് ഇൻസെറ്റ് കാണാം. നടുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ, താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ ബട്ടണുകൾ കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. N-Lineലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സാധനം ഈ ഒരു ഗിയർ നോബ് തന്നെയാണ്. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ നോബ്. അത് കാണാൻ നല്ല സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഗിയർ നോബാണ്. അതൊരു ലെതർ കവറിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് മീൻസ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. ഒരു സോഫ്റ്റ് ടച്ച് ആണ്. ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല സ്പോർട്ടി സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ്, മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ കാര്യങ്ങൾ, ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഡെൻ സൺറൂഫ് ആണ്. അത് റൂഫ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം, ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സെന്ററിലും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്, അതും ഹാലജനാണ്. അതിന്റെ കൂടെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ N-Line. ഗ്ലോ ബോക്സ് ആണെങ്കിലും കൂൾഡ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ബോക്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് റെഡ് ഇൻസൈറ്റ് കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ AC വെന്റ്സിനകത്ത് നമുക്ക് റെഡ് ഇൻസൈറ്റ് കാണാം. ഇവിടെ ഒരു USB ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. ബാക്കിൽ നമുക്ക് ആ N-Lineന്റെ ബാഡ്ജിങ്ങോട് കൂടിയ ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. സൺറൂഫ് ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. അതിന്റെ ബാക്കിലേക്ക് ഹെഡ്റൂമിലൊന്നും കൺസേൺസ് ഇല്ല. വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെന്ററിൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാനായിട്ട് പാഴ്സൽ ട്രെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
i20 എൻലൈൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ i20യിൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. എൻലൈനിലേക്ക് വരുമ്പോൾ അഡീഷണലി നമുക്ക് 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്കും കൂടിയും വരുന്നുണ്ട്. കാര്യം പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. സ്റ്റോപ്പിംഗ് പവർ കൂട്ടാനായിരിക്കാം ആ 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്കും കൂടിയും കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ പെട്രോൾ എഞ്ചിൻ എന്ന് നമുക്ക് i20 എൻലൈനിലെ എഞ്ചിൻ പറയാം. നമ്മുടെ വെന്യൂലൊക്കെ കണ്ടുവരുന്ന സെയിം 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 120 HP ആണ് പവർ, 172 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രസമുള്ള ഒരു എഞ്ചിനാണ്. ഈ വാഹനം നമ്മളിപ്പോൾ ഒരു കോൾ സ്റ്റാർട്ട് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് രാവിലെ ഫസ്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈലൻസറിൽ നിങ്ങൾ ടുപ്പ് പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കും. ഇപ്പം ഞാൻ വന്ന സമയത്ത് ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇപ്പോൾ 3 സിലിണ്ടർ ആണ് എന്ന് വിചാരിച്ച് വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും അകത്തില്ല. നോർമൽ i20യിൽ ഇരിക്കുന്നത് ആ ഒരു ഫീല് തന്നെയാണ്. ഒരു സ്പോർട്ടി നോട്ട് നമുക്ക് അകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് ഈ വാഹനം ഓടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ സ്പോർട്ടി നോട്ട് നല്ല രസമാണ്. ആ ഒരു സ്പോർട്ടിയായിട്ട് വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടാണത്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ i20യുടെ എല്ലാ വാഹനങ്ങൾക്കും 25 മോഡൽ കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിന് അഡീഷണൽ ഓഫർ ഉണ്ട്. 26ലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 38,000 ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 15,000 സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ഗവൺമെന്റ് എംപ്ലോയീസിന് 3,000 രൂപയുടെ ഓഫറും കോർപ്പറേറ്റ് ഓഫറായിട്ട് 3,000. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 38,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ എൻലൈൻ N6 മാനുവൽ വേരിയന്റ്, അതാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വാഹനം. അതിന് 10,40,000 രൂപയാണ് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ്. ആദ്യം നമുക്ക് 2025 നമുക്ക് ഈ N6ലും DCT ഉണ്ടായിരുന്നു. ഇപ്പോൾ N6 വേരിയന്റിൽ DCT ഒഴിവാക്കിയിട്ടുണ്ട്. N8ൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ N8 മാനുവൽ, അതായത് നെക്സ്റ്റ് മാനുവൽ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 12,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇതിന്റെ ഒരു DCTയിലേക്ക് പോകണമെങ്കിൽ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക്കിലേക്ക് പോകണമെങ്കിൽ N8 ഓട്ടോമാറ്റിക് ആണ് 13,40,000 രൂപ. വീഡിയോയുടെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു i20യുടെ സ്പോർട്ട് ഓപ്ഷണൽ, ആസ്ത ഓപ്ഷണൽ, നൈറ്റ് എഡിഷൻ ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ എൻലൈൻ കൺസിഡർ ചെയ്യാമെന്ന്. അതിനുള്ള റീസണുകൾ ഒന്നാമത് ഇതിന്റെ പ്രൈസും, രണ്ട് ഇതിന്റെ മൈലേജുമാണ്. നോർമൽ i20ക്ക് കമ്പനി 18 മൈലേജ് വരുമ്പോൾ റിയൽ ലൈഫിൽ 14, 15, 16 ഒക്കെ ലഭിക്കുമ്പോൾ i20 എൻലൈന് ശരിക്കും കമ്പനി 20+ മൈലേജ് പറയുന്നുണ്ട്. റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് 14, 15 കിട്ടുന്നുണ്ട്. ഈ വാഹനം പുറത്തു കൊണ്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2 ഒക്കെ ട്യൂൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള കാരണം കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആക്കാനായിട്ട് ഈ ട്യൂൺ ചെയ്ത ആളുകൾക്ക് 20 കിട്ടുന്ന ആളുകൾ വരെയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂസ് നമുക്ക് ഓൺലൈനിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്യൂൺ ചെയ്യണമെന്നല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈലേജ് ഒരു പ്രശ്നമായിട്ട് i20 N സീരീസിലും വരില്ല. രണ്ടിനും ഏകദേശം സിമിലർ മൈലേജ് ആയിട്ടും ലഭിക്കുക. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്ട് ഓപ്ഷണൽ മാനുവൽ വേരിയന്റിന് 9,30,000 രൂപയും അതിന്റെ IVT ഓട്ടോമാറ്റിക് വേരിയന്റിന് 10,40,000 രൂപയാണ്. അതായത് സ്പോർട്ട് ഓപ്ഷൻ IVT ഓട്ടോമാറ്റിക് എടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് എൻലൈൻ്റെ N6 മാനുവൽ കിട്ടും. ഇനി ഈ സ്പോർട്ട് ഓപ്ഷനിൽ തന്നെ നൈറ്റ് എഡിഷൻ വന്നിട്ടുണ്ട്. അതിന് അഡീഷണലി 40,000 രൂപ കൂടുതലാണ്. അതായത് സ്പോർട്ട് ഓപ്ഷണൽ മാനുവൽ നൈറ്റ് എഡിഷൻ ആണെങ്കിൽ നിങ്ങൾ 9,70,000 രൂപയെങ്കിലും പേ ചെയ്യേണ്ടി വരും. ഇനി ആസ്ത ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,29,000 രൂപയാണ് ആസ്ത ഓപ്ഷണൽ മാനുവൽ വേരിയന്റിന്റെ പ്രൈസ്. ആ പ്രൈസിന് എന്തുകൊണ്ടും എൻലൈൻ ആണ് ബെസ്റ്റ്. ഇനി ആസ്ത ഓപ്ഷൻ മാനുവൽ നൈറ്റ് എഡിഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ +40,000, 10,70 ഒക്കെ വരും. ഇനി ആസ്ത ഓപ്ഷൻ IVT നൈറ്റ് എഡിഷൻ നിങ്ങൾക്ക് 12,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതും നമ്മുടെ നൈറ്റ് എഡിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1,00,000 രൂപയുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആസ്ത ഓപ്ഷൻ നൈറ്റ് എഡിഷൻ ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എൻലൈൻ്റെ N8 DCTയും കൂടി നോക്കാവുന്നതാണ്. ഒരു രസമുള്ളൊരു വാഹനമാണ്. അത് നിങ്ങൾ ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. മൂവാറ്റുപുഴയിലുള്ള ഷോറൂമിൻ്റെ നമ്പറാണ്. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാനാണെങ്കിൽ ഡെലിവറി എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഹ്യുണ്ടായ വാഹനങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. പെർ ലാക്കിന് 1,690 രൂപ വെച്ചിട്ടേ അടവ് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ എൻലൈനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ ഒക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എൻലൈനൊക്കെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.